ഒരു സർക്കാർ സ്കൂൾ, അതിൽ സ്മാർട്ട് ക്ലാസ്, ആധുനിക ലാബുകൾ, ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ പഠനം. ഇത് സ്വപ്നമല്ല. ഇന്ത്യയിലെ ആയിരക്കണക്കിന് സ്കൂളുകൾ ഇന്ന് മാറുകയാണ്. ഇതിനു പിന്നിലെ പദ്ധതി ഏതാണെന്നറിയുമോ? അതാണ് PM ശ്രീ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് PM ശ്രീ പദ്ധതി എന്നത് എന്താണ്, ആരെല്ലാം ഇതിലൂടെ ഗുണം നേടുന്നു, നിങ്ങളുടെ നാട്ടിലെ സ്കൂളുകളിൽ ഇത് എങ്ങനെ മാറ്റം സൃഷ്ടിക്കും എന്നതെല്ലാം വ്യക്തമായി മനസ്സിലാകും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് PM ശ്രീ അഥവാ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസം, സർക്കാർ പദ്ധതികൾ, അവ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് PM ശ്രീ പദ്ധതി എന്താണ്, ആരാണ് ഇതിന് പിന്നിൽ, ആരെല്ലാമാണ് ഗുണഭോക്താക്കൾ, അഥവാ യഥാർത്ഥ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇപ്പോൾ ഇത് എന്തുകൊണ്ട് അത്രമേൽ പ്രധാനമാണ് എന്നീ കാര്യങ്ങളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. PM ശ്രീ എന്നത് PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. 2022 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ സർക്കാർ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കി മാറ്റുക എന്നതാണ്. ഇവിടെ പ്രധാനമായും പ്രാധാന്യം നൽകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ ക്രമത്തിനാണ്. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ടെക്നോളജി എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠനക്രമത്തിനാണ് ഗവൺമെൻറ് പ്രാധാന്യം നൽകുന്നത്. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായുള്ള പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാം എന്ന് നോക്കാം. പ്രധാനമായും സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, അതുപോലെ ആത്യന്തികമായി നമ്മുടെ സമൂഹവും. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെ കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളുകൾക്ക് സമാനമായ പഠന സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇനി ഒരു PM ശ്രീ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, ഡിജിറ്റൽ ലേണിംഗ് ടൂൾസ്, സ്പോർട്സ് ട്രെയിനിങ് ഫെസിലിറ്റീസ്, സ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ, ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയൊക്കെയാണ്. ഇത്തരം പ്രകടമായ മാറ്റങ്ങളിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനോടൊപ്പം കുട്ടികളിൽ കാര്യമായ നൈപുണ്യങ്ങളും വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന മാറ്റം. ഇത് പഠന രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഉദാഹരണത്തിന് ഒരു സാധാരണ സർക്കാർ ഹൈസ്കൂൾ എടുത്താൽ PM ശ്രീ പദ്ധതിയുമായി കൊളാബറേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ: ഡിജിറ്റൽ ബോർഡുകൾ വരും. അതുപോലെ കുട്ടികൾക്ക് കോഡിംഗ്, AI, റോബോട്ടിക്സ് പോലുള്ള വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും. അതുപോലെ അധ്യാപകർക്ക് പ്രത്യേക ട്രെയിനിങ് സെഷനുകൾ ലഭിക്കും. ആത്യന്തികമായി ഇത് കുട്ടികളുടെ ആത്മവിശ്വാസവും പഠന നിലവാരവും ഉയർത്തുന്നു. ഇന്ന് ലോകം മാറുകയാണ്, ജോലികളും കഴിവുകളും മാറുകയാണ്. അത്തരമൊരു കാലത്ത് നമ്മുടെ സ്കൂളുകൾ, അതിൻ്റെ മാറ്റം വളരെ പ്രധാനമാണ്. PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസത്തിലെ അന്തരം കുറയ്ക്കുന്നു. ഗവൺമെൻറ് സ്കൂൾ എന്ന വാക്കിന് പുതിയൊരു അർത്ഥതലം തന്നെ നൽകുന്നു. ഇന്ത്യയുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നു.